TV ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുകയും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. രാജ്യത്തെ എല്ലാ പഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൈഫൈ സംവിധാനവും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി നിലവിൽ വരുന്നതോടെ പുതുതായി 18 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2019 പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി IT മേഖലയിൽ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നേടിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതിയുടെ ആരംഭമായി 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷം പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തു. बहुत तेज गति से आगे बढ़ता हो और देश का बहुत बड़ा तबका उससे वंचित रह जाए तो जो अमीर और गरीब की खाई के कारण समस्याएं पैदा होती हैं, शहर और गांव में सुविधा के कारण जो खाई पैदा होती है, उससे भी भयंकर स्थिति डिजिटल डिवाइड के कारण पैदा हो सकती है. और इसलिए ये हमारा दायित्व बनता है, हमारी जिम्मेवारी बनती है कि हम इस आधुनिक विज्ञान जो कि मानव की आवश्यकताओं की पूर्ति का एक बहुत बड़ा कैटलिटिक एजेंट बना हुआ है, उससे गरीब भी वंचित नहीं रहना चाहिए. और ये सुविधा जब तक हम गांव गरीब किसान तक नहीं पहुंचाएंगे तो ये विकास की जो बातें हैं न वो उसका लाभ उठा पाएगा न हम उसको सेवा दे पाएंगे. ഡിജിറ്റൽ ഇന്ത്യയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നു, ജനശാക്തീകരണത്തിലൂടെ ജനജീവിതം സമ്പുഷ്ടമാക്കുന്നു എന്ന മുദ്രാവാക്യത്തോടെയാണ് ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷം സംഘടിപ്പിക്കപ്പെട്ടത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി IIT JEE പൊതുപരീക്ഷയിൽ പെൺകുട്ടികളിൽ ഒന്നാമതെത്തിയ ഇൻഡോർ സ്വദേശി കൃതി തിവാരി നിയമിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യ പ്രതീക്ഷകൾ. 30 വർഷം മുമ്പ് വരെ പാമ്പാട്ടികളുടെയും ദുർമന്ത്രവാദത്തിന്റെയും നാടായാണ് ഇന്ത്യയെ വിദേശികൾ കരുതി പോന്നത്. എന്നാൽ IT മേഖലയിലെ മികവുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ ലോകത്തെ അതിശയിപ്പിക്കുകയാണിപ്പോൾ. റെയിൽവേ ആണ് രാജ്യത്തെ ബന്ധിപ്പിക്കുന്നതെന്ന് മുമ്പ് പറയുമായിരുന്നു. എന്നാൽ IT ആണ് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയുന്നു. ഞാനൊരു ഡിജിറ്റൽ ഇന്ത്യ സ്വപ്നം കാണുന്നു. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ നമുക്ക് ലോകത്തോട് മത്സരിക്കാനാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 2014 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞ വാക്കുകളാണിത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ: രാജ്യത്ത് കർഷകർ, ദരിദ്രർ തുടങ്ങി എല്ലാവർക്കും ഗവേണൻസും കൊമേഴ്സും ഉൾപ്പെടെ എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളും എത്തിക്കുക. IT ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക. IT മേഖലയിൽ 4.5 ലക്ഷം രൂപയുടെ വൻ നിക്ഷേപവും 18 ലക്ഷം രൂപയുടെ തൊഴിലവസരങ്ങളും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകുക. മികച്ച സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുക. എല്ലാ സർവകലാശാലകളിലും സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ. നഗരങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ വൈഫൈ സംവിധാനം. ആശുപത്രികളിൽ രജിസ്ട്രേഷൻ ഓൺലൈൻ സംവിധാനം. ഓൺലൈൻ ദേശീയ കാർഷിക വിപണി. 2.5 ലക്ഷം ഗ്രാമങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുക. ഡിജിറ്റൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ: ഭരണത്തിലും സേവനങ്ങളിലും സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്തുന്നു. സർക്കാർ സേവനങ്ങളിലെ കാലതാമസം ഒഴിവാക്കുന്നു. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങിയ സേവനങ്ങളെല്ലാം എവിടെയിരുന്നും വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. കടലാസുരഹിത ഓഫീസുകൾ യാഥാർത്ഥ്യമാക്കുന്നതോടെ പരിസ്ഥിതി സംരക്ഷണം. കാർഷിക വിപണി സുതാര്യവും വിപുലവും ഏകീകൃത സ്വഭാവവും ഉള്ളതാക്കുക. പദ്ധതിയുടെ ആരംഭത്തിന്റെ ഭാഗമായി 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷം സംഘടിപ്പിക്കപ്പെട്ടു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ശ്രീമാൻ നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. റിലയൻസ്, ടാറ്റ, വിപ്രോ, ആദിത്യ ബിർല, എയർബസ്, ഭാരതി എന്റർപ്രൈസസ്, വേദാന്ത ഗ്രൂപ്പ്, ഡെൽറ്റ ഇലക്ട്രോണിക്സ്, ഹീറോ, നിഡെക് കോർപ്പറേഷൻ, ലാവ ഇന്റർനാഷണൽ എന്നീ കമ്പനികൾ ഈ പദ്ധതിയിൽ പങ്കാളികളാകും. 2019 ഡിജിറ്റൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് 2.5 ലക്ഷം ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ്, 4 ലക്ഷം പൊതു ഇന്റർനെറ്റ് സേവന കേന്ദ്രങ്ങൾ, 2.5 ലക്ഷം സ്കൂളുകളിൽ വൈഫൈ, 1.7 കോടി
പേർക്ക് നേരിട്ടും 8.5 കോടി പേർക്ക് പരോക്ഷമായും തൊഴിൽ. ഇലക്ട്രോണിക്സ് ഇറക്കുമതി ഇല്ലാതാക്കൽ. ഡിജിറ്റൽ ഇന്ത്യ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി സംരംഭങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. വാർത്താ വിതരണ അടിസ്ഥാന സൗകര്യവും സേവനങ്ങളും, ഭാരത് നെറ്റ്, വൈഫൈ ഹോട്ട്സ്പോട്ട് പാർട്സ്, നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് എന്നിവ. ഉൽപ്പന്നങ്ങൾ ഡിജിറ്റൽ ലോക്കർ, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, ഇ ഹോസ്പിറ്റൽ ORS, ഇ സൈൻ, ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ പ്ലാറ്റ്ഫോം എന്നിവയാണ്. ഡിജിറ്റൽ ഇന്ത്യ പോർട്ടൽ മൊബൈൽ ആപ്സ്, മൈഗവ് ആപ്പ്, സ്വച്ഛ് ഭാരത് ആപ്പ്, ആധാർ മൊബൈൽ അപ്ഡേറ്റ് ആപ്പ് എന്നീ ആപ്പുകൾ നിലവിൽ വന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ നാഷണൽ സെന്റർ ഫോർ ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ്, സെന്റർ ഓഫ് എക്സലൻസ് ഫോർ IT. പ്രമുഖ നയങ്ങൾ ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് ഫണ്ട്, ഇ ഗവേണൻസ് പോളിസി ഇനിഷ്യേറ്റീവ്സ്. ഡിജിറ്റൽ ഇന്ത്യയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ എത്തുന്നതാകും. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി mantra.tv.com വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ദിസ് ഈസ് പാർവതി സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.